കെവിൻ ചേട്ടാ, കഴിഞ്ഞ ദിവസം രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല വിഷയം പൂർണ്ണമായും മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു മുൻപായിരുന്നു ഈ പറയുന്നത് പോലെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ബിഗ് ബ്രേക്കിങ്ങോട് കൂടി മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിടുകയും അതിന് പിന്നാലെ SITയുടെ ഓരോ അന്വേഷണവും ഓരോ ഘട്ടങ്ങളും മാധ്യമങ്ങൾ വലിയ ചർച്ചകളാക്കിയത്. പക്ഷേ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്നു വന്നതോടെ ശബരിമല ആർക്കും വേണ്ടാതെയായ ഒരു സാഹചര്യം, അതിനപ്പുറം തന്ത്രിയെ വെളുപ്പിക്കാൻ നോക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ തന്ത്രി ഹോസ്പിറ്റലൈസ്ഡ് ആയി ICUലാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ അദ്ദേഹം ഒരു നിരപരാധി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു കുറ്റാരോപണം വന്നതുകൊണ്ട് മാനസികമായി സംഘർഷത്തിൽ ഏർപ്പെട്ടത് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഹോസ്പിറ്റലൈസ്ഡ് ആവാനുള്ള കാരണം എന്നൊക്കെയാണ് പുറത്തു പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഈ ഒരു സമയത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ടെങ്കിൽ അത് തന്ത്രിയെ രക്ഷിക്കാനുള്ള പുതിയ പദ്ധതി ആയിരുന്നില്ലേ? അല്ല, ഹർഷ പറഞ്ഞ ആദ്യ ഭാഗത്തോട് കൃത്യമായ വിയോജിപ്പുണ്ട്. അതായത് രണ്ട് വാർത്തയും ഒരേപോലെയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുലിന്റെ അറസ്റ്റോട് കൂടി ഈ വാർത്ത ശബരിമല വിഷയം ആരും ഇത്രത്തോളം ചർച്ച ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, കഴിഞ്ഞ ദിവസം നോക്കൂ, ഇന്നലെ യെസ്റ്റർഡേ ഈസ് രാഹുൽസ് ഡേ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മെനഞ്ഞാന്ന് രാത്രി 12:30 മുതൽ ഇന്നലെ വൈകിട്ട് 4 മണി വരെയും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്തകൾ കൈകാര്യം ചെയ്തിരുന്നു. നോക്കൂ, ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയേ പറ്റൂ. എന്ന് വെച്ചാൽ രണ്ട് തരത്തിലുള്ള അവരുടെ അഭിരുചികൾ, അല്ലെങ്കിൽ രണ്ട് തരത്തിൽ രണ്ട് പക്ഷത്തെയും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരേപോലെ ഈക്വലി ബാലൻസ്ഡ് ആയിട്ട് ഇത്തരം വാർത്തകൾ കൊണ്ടുപോയാലേ ജനങ്ങളിലേക്ക് ഇത് എത്തുകയുള്ളൂ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തപ്പോൾ ശബരിമല വിഷയം കോൺഗ്രസിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നതിന് പകരം രണ്ടും കോൺഗ്രസിനെതിരായ ഒരു തിരിച്ചടി തന്നെയായിരുന്നില്ലേ? അല്ല, കണ്ഠരര് രാജീവ് അറസ്റ്റ് ചെയ്ത സംഭവം കോൺഗ്രസിനെതിരെ ഒരു വാളായിട്ട് ഉപയോഗിക്കാൻ CPM കഴിയുമെങ്കിലും അത് എത്രത്തോളം ബലവത്താകുമെന്ന് നമുക്ക് കണ്ടറിയണം. അതായത് ഇത് എൻഡ് ഓഫ് ദി സീൻ, ഇതെല്ലാം CPM മുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും കണ്ഠരര് രാജീവരായാലും UDF അനുഭാവമാണ്. കോൺഗ്രസിൻ്റെ കാലത്താണ് ഇവർ ശബരിമലയിൽ എത്തിയത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ഇത് CPM ഇപ്പോൾ അസാധാരണമായി, ഇന്നലെ ഞാൻ ഹർഷയും കൂടെ ചർച്ചയിൽ പറഞ്ഞതുപോലെ പലപ്പോഴും വീണ് കിട്ടുന്ന അസുലഭ മുഹൂർത്തങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടം, കണ്ഠരര് രാജീവർ. എന്തായാലും CPM ഇടത് ഗവൺമെന്റിന് നല്ല സമയമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ വഴിയെ പോകുന്നതൊക്കെ ഭാഗ്യമായി മാറുന്നൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പൊക്കുകൊണ്ടിരിക്കുന്നത്. കണ്ഠരര് രാജീവർ നോക്കൂ, അത് ഈ ഹോസ്പിറ്റലായതുമായി ബന്ധപ്പെട്ട പ്രായമായ വ്യക്തിയാണ്. അപ്പോൾ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ കാരണം അല്ലെങ്കിൽ പാനിക്കായി കാണും. പക്ഷേ മിനിഞ്ഞാന്ന് തന്ത്രി അറസ്റ്റായ സമയത്ത് കൃത്യമായും കേരളം അത് ഞെട്ടിയ ഒരു കാര്യമാണ്. അതായത് കേരളത്തിൽ സമകാലികമായി രാഹുൽ മാങ്കൂട്ടം വിഷയം കഴിഞ്ഞാൽ വിശ്വാസികളെ ഉൾപ്പെടെ ശബരിമല വിഷയത്തിൽ ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കി. ഇപ്പം N. പത്മകുമാർ, വാസുവിൻ്റെ അറസ്റ്റൊക്കെ പൊളിറ്റിക്കൽ അറസ്റ്റ് ആണെങ്കിലും ഇത്തരത്തിൽ ദൈവതുല്യനായ ഒരാൾ, അല്ലെങ്കിൽ അയ്യപ്പനോടൊപ്പം നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഇത്തരത്തിൽ ഒരാൾ അറസ്റ്റിലാവുക എന്ന് പറയുന്നത് വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചുള്ള വളരെ അമ്പരപ്പുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അത് കേരളത്തിലെ പല ജനമനസ്സുകൾക്കിടയിൽ ഒരു നൊമ്പരമായും അല്ലെങ്കിൽ അമ്പരപ്പായും ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെ രണ്ട് ഫ്രാക്ഷനായി തിരിഞ്ഞതുകൊണ്ട് അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഈ സ്വർണം ഇളക്കി മാറ്റുന്നത് തന്ത്രി അറിയാതെ പറ്റില്ല. തന്ത്രിയുടെ പൂജാവിധി ക്രമം പ്രകാരമാണ് ആദ്യത്തെ പാളി ഇളക്കാൻ കഴിയും. കൃത്യമായി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തുടരന്വേഷണം നടക്കുകയാണ്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടം വിഷയം നടന്നപ്പോൾ തന്നെയും തന്ത്രിയുടെ വീടുകളിൽ ഇപ്പോൾ ഇത്തരത്തിൽ SIT പരിശോധന നടത്തി അവിടുന്ന് ചെക്കും മറ്റ് അനുബന്ധ രേഖകളുമൊക്കെ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്വേഷണം തുടർക്കഥയായി പൊക്കോണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇതിനിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് കടകംപള്ളിയിലേക്ക് എത്തുമോ എന്നുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ കടകംപള്ളി ഇതിലേക്ക് കൊടുക്കുമോ എന്നുള്ള, കടകംപള്ളിയുടെ പേര്, കടകംപള്ളിയെ ഒരു അറസ്റ്റോ അല്ലെങ്കിൽ കടകംപള്ളിയെ ഒന്നുകൂടെ ചോദ്യം ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസിന് പിടിക്കാൻ വേറൊരു വാളായി അവിടുത്തെ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഹുലിന്റെ വിഷയം വന്നത് കൃത്യമായി ഇപ്പോൾ കഴിഞ്ഞ ചർച്ചകളിൽ നമ്മളിൽ പലരും പറഞ്ഞിരുന്നത് പോലെ 5-6 ദിവസമായി ഒരു പരാതി കിട്ടിയിട്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിട്ട് ഇത്രയും ദിവസമായിട്ടും കറക്റ്റായിട്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരുന്നതിന് പിന്നാലെ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴും അത് സംശയത്തിന് വഴി വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറം കടകംപള്ളിയുടെ കാര്യം പറഞ്ഞിരുന്നു. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇനി ചോദ്യം ചെയ്യലിലേക്ക് കടന്നാൽ അതും CPM തിരിച്ചു തലവേദനയാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ രാഹുലിന്റെ അറസ്റ്റ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇല്ല എന്ന് തന്നെയല്ലേ? കാരണം അല്ല, ഇതിപ്പോ നോക്കൂ, ഒരു 4-5 മാസമായി കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം വലിയ രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതെ, പക്ഷേ ഈ ആദ്യമൊക്കെ പ്രതിഫലിച്ചിരുന്ന സമയത്ത് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ പുറകെ മൈക്കും പിടിച്ചു പോകുന്ന പല മാധ്യമങ്ങളെയും നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരുന്നു ആ സമയത്തൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാഹുൽ വിഷയത്തെക്കാൾ
കൂടുതൽ കോൺഗ്രസിന് ഇപ്പോഴും അനുകൂലമായി നിൽക്കുന്ന ശബരിമല വിഷയമുള്ളത് കൊണ്ട് തന്നെ രാഹുലിന്റെ ഒരു കാരണം ഒരിക്കലും കോൺഗ്രസിനെ അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ പോലും പ്രതിരോധത്തിലാക്കില്ല എന്ന് നമുക്കറിയാം. അല്ല, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടം ഫാക്ടറൊന്നും ഒരു വിഷയമായിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയധികം വോട്ടുകൾ നേടി UDF വലിയൊരു ബൂം ഉണ്ടാക്കാനൊന്നും കഴിയില്ല. ഇത് ഇത്തരത്തിൽ ഇനി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പരാതി. ഇത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നൊരു വിഷയമല്ല, അത് വ്യക്തിയധിഷ്ഠിതമാണ്. അദ്ദേഹം ചെയ്തു കൂട്ടുന്ന എല്ലാ ക്രിയകൾക്കും കോൺഗ്രസ്സുകാരനായതിനാൽ, കോൺഗ്രസിൻ്റെ ഭാഗമായതിനാൽ കോൺഗ്രസ് ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം. അതായത് പണ്ട് ഇപ്പോൾ ഹർഷ നേഷൻ ഫസ്റ്റിൽ വർക്ക് ചെയ്യുന്നു, ഇവിടെ ഒരു പുറത്തൊരു പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഹർഷയുടെ മുഖം എല്ലാവരും കാണുന്നത് ഏതിലൂടെയാണ്? നേഷൻ ഫസ്റ്റിലൂടെയാണ്. അപ്പോൾ നേഷൻ ഫസ്റ്റിന്റെ ഭാഗമായി നേഷൻ ഫസ്റ്റിലേക്ക് ചോദ്യങ്ങൾ ഉയരില്ലേ? പക്ഷേ നേഷൻ ഫസ്റ്റിൽ നിന്നും ഹർഷയെ ഒഴിവാക്കിയല്ല, അതായത് എന്നെ ഇവിടെ നിന്നും പുറത്താക്കിയതിനു ശേഷം ഇത്തരത്തിലൊരു ചോദ്യം വരുന്നതിൽ പ്രസക്തിയുണ്ടോ? നേരത്തെ നേഷൻ ഫസ്റ്റിൽ ഹർഷ വീഡിയോ ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ല, അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴും മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും എന്താണ് പൂർണ്ണമായും ഞാനിത് നേഷൻ ഫസ്റ്റ് എന്ന സാഹചര്യത്തിലല്ല പറയുന്നത്. ഒരു കോൺഗ്രസ് സംവിധാനത്തിൽ ഒരു എന്താണ് പല നേതാക്കളുമായി ബന്ധം കാണും. ഒരു ഹർഷയ്ക്ക് ഇവിടെ പേഴ്സണലി എന്നോടും മേഘയോടും ഉൾപ്പെടെ വളരെയായിട്ടും പേഴ്സണലി ബന്ധം കാണും. അത്തരത്തിൽ ആ ഒരു വിങ്ങിനോട് കാണും, ആ മുതിർന്ന നേതാക്കളുമായി ബന്ധം കാണും. അപ്പോൾ പലരും എന്താണ് കോൺഗ്രസ്സിലല്ലാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സഹായിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. രാഹുലിനെ സാമ്പത്തികമായി ഇത്രയും മുൻകൂർ ജാമ്യത്തിനും മറ്റു കാര്യങ്ങൾക്കും ആരാണ് പണം നൽകുന്നതെന്ന് ചോദ്യം വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന് ചോദിച്ചാൽ, അതുവരെ ഇത് നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഇനിയിപ്പോൾ രാഹുൽ വീണ്ടും ജയിലിൽ നിന്ന് ഇറങ്ങി, ഹർഷ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ രാഹുൽ ഇറങ്ങിയല്ലേ, എന്നാൽ ഒരു അടി കൊടുത്തേക്കാം, അത് കോൺഗ്രസിനോട് കൊള്ളുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും ഒരു ആരോപണമോ പരാതിയോ ഒക്കെ വരാൻ, ഇനിയും പരാതികൾ വരാം. പരാതികൾ ഇനിയും പോക്സോ ഉൾപ്പെടെയുള്ള പരാതികൾ വരുമെന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നു. അതൊന്നും ഞാൻ ഓൺ ചെയ്യുന്നില്ല. പരാതി വരട്ടെ, പരാതി പോലീസ് കേസെടുത്തതിന് ശേഷം മാത്രമേ അതിനെപ്പറ്റി ചർച്ചകൾ ചെയ്യേണ്ട ഒരു സാഹചര്യമുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യമാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേന്, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി വീണ്ടും കോൺഗ്രസ് പരിഗണിക്കില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്, ഞാൻ തിരിച്ചു വരും, എൻ്റെ നിരപരാധിത്വം തെളിയിക്കും, ഞാൻ സ്വതന്ത്രനായി മത്സരിക്കും എന്നുള്ളതാണ്. ഈ കാലത്തിന്റെ ഒരു മാറ്റം കാരണം ഇനി ഒരു 2-3 വർഷം കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുക്കുമ്പോഴത്തേന് ഈ സ്വതന്ത്രൻ കോൺഗ്രസിനൊപ്പം ചേരുമോ, രാഹുൽ മാങ്കൂട്ടം തിരിച്ച് കോൺഗ്രസിനൊപ്പം ചേരുമോ? അപ്പോൾ ആരാണോ ഭരിക്കുന്നത്, ഇപ്പം UDF ഭരിക്കുകയാണെങ്കിൽ വീണ്ടും CPM ഇതൊരു വലിയ വാളായി ഉപയോഗിക്കാൻ കഴിയും. തള്ളിപ്പറഞ്ഞവരെ തിരിച്ചെടുത്തു എന്ന് CPM ഇത്തരത്തിൽ തള്ളിപ്പറഞ്ഞവരെയൊക്കെ ഒരു പിൽക്കാലത്ത് തിരിച്ചെടുത്ത ചരിത്രമുണ്ട്. ഇത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിൽ ഇതുമല്ല ഇതിനപ്പുറവും പലതും നടന്നിട്ടുണ്ട്, നമ്മൾ കണ്ടതുമാണ്. പക്ഷേ തന്ത്രിയുടെ വിഷയം ലൈവായി നിൽക്കും, തന്ത്രിയുടെ വിഷയം ജനങ്ങൾ ഒന്നും മറക്കില്ല. അത് വൈകാരികമായി വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു അമ്മയുമായി, വളരെ പ്രായമുള്ള ഒരു 10-60 വയസ്സുള്ള അമ്മയുമായി സംസാരിച്ചു. അതായത് ഈ കണ്ഠരര് രാജീവരനെയൊക്കെ അയ്യപ്പൻ കഴിഞ്ഞാൽ അത്ര ഭക്തിയോടുകൂടി കാണുന്നത്, വളരെ ഹീനമായ രീതിയിൽ അവൻ അയ്യപ്പൻ്റെ സ്വർണത്തിൽ കൈവച്ചിട്ടുണ്ടെങ്കിൽ, അയ്യപ്പന് കിട്ടിയ ദാനത്തിൽ കൈവച്ചിട്ടുണ്ടെങ്കിൽ അവൻ നരകിച്ചേ മരിക്കൂ. അതായത് അത്രയും വൈകാരികമായി കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഒരാൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ ഇടയുണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ പ്രായമായവരുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും എല്ലാം തന്നെ മനസ്സിലൊരു കറുത്ത ഏടായി തന്ത്രി മാറിയിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല.